മിസ്സിന്റെ ലിറ്റിൽ കാൻറ്റീസിനെ വീണ്ടും നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നോക്കിയിടാ, നമ്മൾ 10th ടച്ച് എന്നുള്ള പാഠം നമ്മൾ പഠിച്ചു അല്ലേ? നമ്മുടെ സാഷ നവീന്റെ പാഠമൊക്കെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു അല്ലേ? ആ പാഠത്തിലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള നമ്മൾ പരീക്ഷയ്ക്ക് എന്തായാലും പഠിക്കേണ്ട ഒരു ചോദ്യമാണ് ഇത്, ഈ പറയുന്ന തോട്ട്സ് ക്വസ്റ്റ്യൻ കേട്ടോ. ആ ചോദ്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പഠിക്കാൻ പോകുന്നേ. ഇവിടെ നോക്ക്, ആക്ടിവിറ്റി 4 ആണെന്ത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എന്താ ആക്ടിവിറ്റി 4 ക്വസ്റ്റ്യൻ? റൈറ്റ് സാഷാസ് തോട്ട്സ്. സാഷ offered an ഉണ്ണിയപ്പം to the girl, but the girl ran away without accepting. What could be Sasha's feeling? നമുക്കറിയാം, നമ്മുടെ സാഷ എന്ത് ചെയ്തു, നമ്മുടെ ഗേളിന് ഉണ്ണിയപ്പം കൊടുത്തു അല്ലേ? ഇതാ ഉണ്ണിയപ്പം പിടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഉണ്ണിയപ്പം കാട്ടി. പക്ഷെ നമ്മുടെ കവിത എന്ത് ചെയ്തു, ഉണ്ണിയപ്പം വാങ്ങാതെ വേഗം തിരിച്ചോടില്ലേ. അപ്പൊ അന്ന് സാഷയ്ക്ക് അത് ഒത്തിരി വിഷമമായി. സാഷ ഇങ്ങനെ ചിന്തിക്കാണ്, എന്തുകൊണ്ടാണ് കവിത എൻ്റെ കയ്യിൽ നിന്നും ഉണ്ണിയപ്പം വാങ്ങാഞ്ഞത് എന്നെന്ത് ചെയ്തു, ഇങ്ങനെ ചിന്തിച്ചും കൊണ്ടേ ഇരിക്കുകയാണ് ആര്, നമ്മുടെ സാഷ. അങ്ങനെ സാഷ ചിന്തിക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ഇവിടെ നോക്ക്, സാഷ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ വരും. വൈ ഡിഡ് ദ ഗേൾ ഡിഡ് നോട്ട് ആക്സെപ്റ്റ് മൈ ഉണ്ണിയപ്പം? അയ്യോ, എന്തുകൊണ്ടാണ് അവൾ എന്നോട് ഉണ്ണിയപ്പം വാങ്ങാതെ പോയത്? ഒരു പോയിന്റ് ആയില്ലേ. വൈ ഡിഡ് ഷീ കം ടു ദ സ്കൂൾ? അവൾ എന്തിനായിരിക്കും നമ്മുടെ സ്കൂളിലേക്ക് വന്നത്? വാട്ട് കുഡ് ബി ഷീ ദിസ് ടൈം? ഇപ്പൊ അവൾ എവിടെയായിരിക്കും ഉള്ളത്? ആ കവിത എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പൊ ആ കുട്ടി എവിടെയായിരിക്കും? നെക്സ്റ്റ് ടൈം when I meet her I want to talk to her. അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും ആ കുട്ടിനെ കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അവളുടെ അടുത്ത് സംസാരിക്കണം. അപ്പൊ എന്താ, അവളെ പരിചയപ്പെടാലോ. ഈ പോയിന്റ് ഒക്കെ എഴുതി എന്താ, നമ്മുടെ ഉത്തരം എന്തായി, സെറ്റായി. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ശരിക്കും ഇതൊന്ന് വായിച്ചു നോക്കുക ഈ ഉത്തരം. ഓക്കെ, ഇത്രയും മിസ്സിന്റെ മക്കൾ എന്ത് ചെയ്താൽ മതി, പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി. പക്ഷെ ഈ ചോദ്യം എന്ത് ചെയ്യരുത്, എൻ്റെ മക്കൾ പഠിക്കാതെ പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, എന്തായാലും നമ്മുടെ അടുത്ത് ഇത് ചോദിക്കും. അപ്പൊ എൻ്റെ മക്കൾ എന്ത് ചെയ്യും, ശരിക്കും ഇത് പഠിച്ചു നോക്കാം. ഇത് മാത്രമല്ല, ഒത്തിരി വേറെ വീഡിയോസ് എന്തുണ്ട് നമ്മുടെ ചാനലിൽ ഇനി വരാനുണ്ട്. എപ്പോഴും ചാനലിൽ എന്ത് ചെയ്യുക, വീഡിയോസ് നിങ്ങളുടെ പാരൻസിനോടൊക്കെ പറയാൻ നോക്കുക. ഇനി നിങ്ങൾ തന്നെ എന്താ നല്ല ബുദ്ധിമാന്മാരല്ലേ, സോ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, എല്ലാ വീഡിയോസും നോക്കുക, ശരിക്കും പഠിക്കുക. ഓക്കെ, താങ്ക് യു.